എൻ്റെ ഒരു ഫ്രണ്ട് വരികയാണ് വീട്ടിലേക്ക്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഫ്രണ്ട്സ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരാൻ പോവാണ്. ഞങ്ങളെല്ലാവരും റെഡിയായി. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ റിസോർട്ടിലെത്തി. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരികയാണ് വീട്ടിലേക്ക്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം ഇങ്ങോട്ടായിട്ട് വരികയാണ് കേട്ടോള്. അപ്പം ആ ഒരു വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്രണ്ട് കെൻസ് എന്ന് പറഞ്ഞിട്ട് ദുബായിലുണ്ടായിരുന്നത്. അപ്പം അവള് ദുബായിൽ നിന്ന് വന്ന് ഒരു 2 ആഴ്ചയായി ദുബായിൽ നിന്ന് വന്നിട്ട് സ്കൂളിലേക്ക്. അപ്പം എന്താ എൻ്റെ ബർത്ത്ഡേക്ക് വന്നില്ലേ, അത് അവളെ നിങ്ങൾക്ക് അറിയുണ്ടാവും, മിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും. അപ്പം ഇന്ന് ഇപ്പൊ വിളിച്ച് പറഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയി നിൽക്കുകയാണ്. പുറത്ത് ഭയങ്കര മഴയുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ അവര് ചന്തക്കുന്ന് എത്തിയെന്നാണ് പറഞ്ഞത്. റെയിൽവേ ബ്ലോക്ക് ആയതുകൊണ്ട് വേറെ വഴിയാണ് അവർ വരുന്നത്. അപ്പൊ ഗൂഗിൾ മാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അവള് പറഞ്ഞായിരുന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഉറപ്പില്ലായിരുന്നു അത് വരുന്നുണ്ടോ ഇല്ലേ. ഇപ്പൊ വിളിച്ചപ്പോ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ, ചന്തക്കുന്ന് എത്തിയായിരുന്നു. ഇവിടെ കുറച്ച് ദൂരെയാണ് അവളെ വീട്, നല്ല ദൂരെയാണ്, കുറച്ച് ദൂരെയാണ് വീട്. ഗേറ്റ് തുറന്നിട്ടതാണ്, മറ്റേത് എന്താ വരാൻ നേരത്തെ ഓടിപ്പോയി ഗേറ്റ് തുറക്കണം. അപ്പം നേരത്തെ തുറന്നിട്ടു. അവൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീട് കാണാൻ വരുന്നത്. ബർത്ത്ഡേക്ക് മറ്റേ റിസോർട്ടിലേക്ക് ആയിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത്, ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നല്ലോ. അപ്പം ആദ്യമായിട്ടാണ് അവർ നമ്മുടെ വീട് കാണുന്നത്. ദിയമോളും ഞാൻ കെൻസിനെ വിളിച്ചപ്പോൾ ദിയമോളും ഇങ്ങനെ വരുന്നുണ്ടോ എവിടെത്തി ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ദിയമോളും ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെ അറിയാം, 10ല് 8ല് 10, 7ല് അത് ഇംഗ്ലീഷിൽ പറയുമ്പോ അങ്ങനെയാണ് 8 ഔട്ട് ഓഫ് 25. അതുപോലെ ഷർട്ട് എവിടെ അതുപോലെ നിക്കറോ എന്റെയാണ് ഫ്രണ്ട്സ്. ഈ നിക്കറും എന്റെയാണ്. 2 പേരും ഇട്ടാണ് നിക്കറ്. 2 നിക്കർ എടുത്ത് ആർക്കും കൊടുക്കരുത്. അല്ല, ഞാൻ തിയമോടെ വരാം. അതെന്റെ പുതിയ നിക്കറാണ്. എന്താ തിയമോളെ അനക്ക് എന്റെ ട്രൗസർ ഇട്ടാ പോലെ അതിനോട് ചെളിയായിട്ട് മാറ്റിയതാണ് ഓന് കൊണ്ടുവന്നിട്ടില്ലേ ഇവള്. ദിയമോളോട് പറയുന്ന ഡയലോഗുകളാണ് ദിയമോള് പറയുന്നത്. ദിയമോളോട് ടീച്ചർമാര് പറയുന്ന ഡയലോഗാണ് ദിയമോള് ഇവരോട് പറയണത്. ഫ്രണ്ട്സ് വന്നു. ബർത്ത്ഡേക്ക് കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഇങ്ങനെ ഓരോ വീടിനെ പറ്റുന്ന വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പുറത്ത് നടക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ മഴ പെയ്തു. ഫ്രണ്ട്സ്, ഞങ്ങൾ ഡാൻസ് കളിക്കായിരുന്നു, റീൽ എടുക്കായിരുന്നു, പ്രാക്ടീസ് ചെയ്തു, പിന്നെ റീൽ എടുത്തു.
അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇനി വരുമ്പോൾ കാണാം. എക്സ്പ്രഷൻ ക്വീൻ 1 ആണ്. എല്ലാവരും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കപ്പോൾ വന്നിട്ടുണ്ടാവും അവിടെ. അപ്പം കേട്ടോ ഭയങ്കര മഴയാണ് ഫ്രണ്ട്സിന്റെ അമ്മ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ് അക്കൗണ്ടിലേക്ക് പോയാലോ. മഴയത്തോ? അവിടെ റിസോർട്ട് അറിഞ്ഞോ എന്ത് കെൻസ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരാൻ പോവാണ്. കെൻസ് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന മേക്കപ്പ് ബോക്സ് ഉണ്ട്. എനിക്ക് മേക്കപ്പ് ചെയ്ത് തരാൻ. അത് കാണിച്ചില്ലല്ലോ, അതൊരു ഷോർട്ട് വീഡിയോയിലല്ലേ എടുത്ത്. ഇതാണ് കെൻസ് കൊണ്ടുവന്ന മേക്കപ്പ് ബോക്സ് ഗൈസ്. നല്ല രസം, എനിക്ക് ഇഷ്ടമായി. ഇത് ഞാൻ പണ്ടൊക്കെ ആഗ്രഹിച്ചിരുന്നത് മേക്കപ്പ് ബോക്സ്. ഇങ്ങനെ തുറക്കുമ്പോൾ കുറേ ഇതിലുകൾ ഇങ്ങനെ വരണം. ഓക്കെ, ആരംഭിച്ചു. കെൻസിന്റെ ഫ്രണ്ടിന് വേണ്ടി, ഫ്രണ്ടിനല്ല ഫ്രണ്ടിന്റെ അനിയത്തിക്ക് വേണ്ടി വാങ്ങിച്ചു. അതെ, എനിക്ക് കമ്മല് മേടിച്ചു. അത് അമ്മേന്റെ കാതിൽ ഇത്ര നേരം ഉണ്ടായിരുന്നു. കെൻസ് എനിക്ക് മോയിസ്ചറൈസർ ഇട്ടുകൊണ്ട് ഇട്ട് തരികയാണ്. കുറച്ച് കുറഞ്ഞു പോയെന്ന് തമ്മിച്ചല്ലേ, കുറഞ്ഞു. ബാക്കി എന്താവും നമുക്ക് അറിയില്ല ഗൈസ്. ബാക്കി നമുക്ക് വഴിയെ വെച്ച് കാണാം. അതെ, വെറ്റ് ടിഷ്യൂ എടുത്ത് തുടച്ച് ഞാൻ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയിട്ട് നിൽക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ണടി. അതല്ല ദിയമോള അവിടെ വന്നിട്ട് പറയണേ, അമ്മ ചേച്ചിന്റെ മേക്കപ്പ് ബോക്സ് എടുക്കുന്നുണ്ട് കേട്ടോ അമ്മ, ഒന്ന് ചെന്ന് പറഞ്ഞോ, എടുക്കരുത് പറഞ്ഞോ. എടുക്കരുത്, കെൻസ് താത്ത എടുത്തു കൊടുക്കണേ. അപ്പൊ എന്താ ഇത് ഓക്കും ചെയ്യണം. കൊറിയനാക്കാൻ നോക്കിയത് ജോക്കറായി. ഓളെ മേക്കപ്പിന്റെ പ്രശ്നമല്ല, ഇന്റെ പ്രശ്നമാണ്. ഹായ് ഹായ് പോയി പോയി ആയി പോയി. അറിയാനൊന്നുമില്ല, കുഴപ്പമില്ല. ഇത് മതി. പൗഡർ വരില്ല, അതുകൊണ്ട് റിമൂവ് ചെയ്തോ. പട്ട് കേസ് ഇത് ഇതിന്റെ ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല ഈ കുരുവിന്റെ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് എല്ലാരും കൂടെ കോളനിക്ക് പോവാണ്. അതെ, റിസോർട്ടിക്ക് പോവാണ്. എന്റെ ബർത്ത്ഡേ നടന്ന റിസോർട്ടില്ല, അതിന്റെ തൊട്ടപ്പുറത്ത് റിസോർട്ട് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാണ്. നല്ല തണുപ്പ്. അത് കെൻസിന്റെ ഉമ്മാന്റെ ഫ്രണ്ടിന്റെയാണ്. അപ്പൊ ഞങ്ങള് വെറുതെ അങ്ങോട്ടൊന്ന് പോവാണ്. അപ്പം 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഉണ്ടായിരുന്ന ഹാൻഡ് ഷേക്ക് ഞാൻ കാണിച്ചത്. കുറച്ച് കുറെ ഉണ്ട്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കോളനിക്ക് പോകാൻ നിൽക്കാണ്. ഞങ്ങളെല്ലാവരും റെഡി ആയി. വരുന്നില്ല. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഇറങ്ങി കോളനിക്ക് പോവാന്. ആദ്യമായിട്ടാണ് ഞങ്ങള് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. ഒരുമിച്ച് വീട്ടിൽ നിന്ന് കാണണമെന്ന് ആദ്യമായിട്ടാണ്.
റിസോർട്ടിലെത്തി. കാറിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതും പുഴേൻ്റെ ശബ്ദം കിട്ടും. നല്ല രസമുണ്ടായിരുന്നു. മഴയുണ്ട്. അതെ, മഴയുണ്ട്. ഇതാ മല കാണുന്നുണ്ടോ? ഇതാണ് TK കോളനി. നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങൾ വെറുതെ വന്നതാണ് കേട്ടോ. അങ്ങോട്ട് വന്നതാ, വെറുതെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കെൻസിന്റെ ഉമ്മ പോവല്ലേന്ന് ചോദിച്ചപ്പോ അങ്ങനെ പുറകെ പോകുന്നതാ. അപ്പൊ വന്നിട്ടില്ല. ആണോ? സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇതൊക്കെ ഫുഡ് കഴിക്കുന്ന ഏരിയ ആയിരിക്കും അല്ലേ? ഇത് ഫുഡ് കഴിക്കുന്ന ഏരിയ. അത് നമുക്ക് കളിക്കാനുള്ള സാധനങ്ങൾ മോളെ അങ്ങോട്ട് പോയിക്കോ, മഴ വീണു. എങ്ങനെ മോളെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് നോക്കി, അതെ, നിരീക്ഷിക്കുകയായിരുന്നു. ഇവിടെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോള്, ഷട്ടില്, മറ്റേ ബാസ്കറ്റ്ബോള് ഫുട്ബോള്. പിന്നെ ഇവിടെ ഒരു പോണ്ട് ഉണ്ട്, മുറം, അത് മറ്റേ ഇത് ഓലക്കുട, തൊപ്പിക്കുട. ഞാൻ ഇതൊക്കെ മറ്റേ ഓം ശാന്തി ഓശാന സിനിമയിൽ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കർഷകരൊക്കെ ഇതിട്ടാണ് മഴക്കാലത്തൊക്കെ ഈ തലയിൽ വെച്ചിട്ടാ പോയത്. ഫ്രണ്ട്സ്, ഞങ്ങൾ പുഴ കാണാൻ വേണ്ടി പോവാണ്. ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ പുഴയാന്ന് പറഞ്ഞു. അപ്പം ഞാനും ഇത്തയും കൂടെ അങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. പേരൊക്കെയാണോ ഈ കിടക്കണല്ലോ? ആണോ നിലത്ത് കിടക്കണേ? കാത്തനിപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കൂല, പക്ഷെ ഞാൻ കാണിക്കും. ഇപ്പോഴല്ല, വേറൊരു വീഡിയോയിൽ കാണിക്കും. ആ കാണുന്നത് പുഴയാണ് കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ വൈറ്റ് കളർ കാണുന്നത് പുഴയാണ്, വെള്ളച്ചാട്ടം. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് മറ്റേ അമ്പും വില്ലും കളിച്ചോണ്ടിരിക്കായിരുന്നു. ഇവര് എങ്ങോട്ടോ പോവാണെന്ന് പറഞ്ഞു, അത് കേട്ടില്ല. അപ്പം ഇവര് രണ്ടുപേരും കളിച്ചോണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു കെൻസിനോട്, ഞാനൊന്ന് പോയി നോക്കട്ടെ, അവരെവിടെ പോയി നോക്കട്ടെ പറഞ്ഞു. അവനങ്ങനെ പോയി. അവിടെ എത്തിയപ്പം ആരെയും കാണാനല്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് മോളിക്ക് പോയപ്പോഴും അവിടെ ആരുമില്ല. പിന്നെ ഞങ്ങൾ താഴ്ചക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോണ്ട് കെൻസിന്റെ അമ്മയും എൻ്റെ അമ്മയും കൂടെ ഇങ്ങനെ നടന്നു വരും. അപ്പോൾ എവിടെ പോയത്? പുഴ കാണാൻ പോയതാണ്. കാരണം അല്ല, ഞാൻ ഇപ്പം എന്താ പറയാ, അട്ടുണ്ട് ഫ്രണ്ട്സ്, ഇവിടെ അട്ടുണ്ട്. ഇവര് ചായ കുടിച്ചോണ്ട് കാണും. ചായയും ഉള്ളി കൊണ്ട് കടി. ഇവിടെ കഴിച്ചോണ്ട് കാണും. ചായ അറിയാലോ, നല്ല ടേസ്റ്റ്. ഇതുപോലെ ഉള്ളിലാണ് കൈ നോക്കണം അല്ലേ? ഫ്രണ്ട്സ്, ഫുഡ് കഴിക്കുകയാണ്. ചപ്പാത്തിയും ചിക്കൻ കറി, നല്ല തണുപ്പും. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഡിന്നർ കഴിച്ച് കഴിഞ്ഞു. പപ്പ വരാന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ പോന്നപ്പോൾ വരാന്ന് പറഞ്ഞിരുന്നു. പിന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ വരൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പപ്പ വന്നിട്ടില്ല. ഞങ്ങൾ ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഫ്രണ്ട്സ്, ദിയമോള് പേടിച്ചിരിക്കുകയാണ്. ദിയമോൾക്ക് അട്ടേനെ പേടിയാണ്, അതുപോലെ തന്നെ ആന വരുന്ന പേടിയുണ്ട്. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം അസംബ്ലി ഏരിയ, മറ്റേ ആന വരുമ്പോൾ അസംബ്ലിയിൽ നിന്നിട്ട് അങ്ങോട്ട് പോയി.
ഫ്രണ്ട്സ് അപ്പം ഫുഡ് കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മള് അവിടെ മീറ്റ് ചെയ്യുന്ന മാത്രമേ പ്രതീക്ഷിച്ചു. നമ്മള് കോളനിക്ക് വരുന്ന വിചാരിച്ചില്ലല്ലോ. പിന്നെ ലാസ്റ്റ് കോളനി വന്നു. അതെ, ചായ കുടിച്ചു, ഉള്ളിവട തിന്ന്, ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു. നല്ല രസമുണ്ട്. ഗെയിം കളിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനി ഇപ്പൊ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഫ്രണ്ട്സ് ദിയമോക്ക് പേടിയായിട്ട് അത്തേനെ പേടിയായിട്ട് പെൻസ് എടുത്തേക്കാണ് അത്